എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പൃഥുചരിതം എന്ന 18-ാം ദശകത്തിലെ 4-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ പൃഥു എന്ന പേരിൽ വേനൻ്റെ കൈകൾ കടഞ്ഞപ്പോൾ അവതരിച്ചിരിക്കുന്നതായിട്ടാണ്. ഇനി 5-ാം ശ്ലോകത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരുണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീം. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരുണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. പൃഥുഃ ഇതി വിഖ്യാതഃ ത്വം താപസോപദിഷ്ടൈഃ സൂതാദ്യൈഃ പരുണുത ഭാവി ഭൂരി വീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാം അകാർഷീഃ. ഇനി 5-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ. പൃഥു എന്ന പേരിൽ അങ്ങ് വിഖ്യാതനായി തീർന്നു, അവതരിച്ചു കഴിഞ്ഞ്. വിഖ്യാതനായി എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായി. താപസോപദിഷ്ടൈഃ താപസന്മാരുടെ ഉപദേശത്താൽ സൂതാദ്യൈഃ പരുണുത ഭാവി ഭൂരി വീര്യഃ ആ ഭാവിയിൽ പരാക്രമശാലിയാകുമെന്ന് സൂതാദികളാൽ പാടി പുകഴ്ത്തപ്പെടുകയാണ്. അപ്പോൾ ഇത് ഭാഗവതത്തിൽ ചോദിക്കുന്നുണ്ട്, എന്നെപ്പറ്റി ഞാൻ ജനിച്ചല്ലേ ഉള്ളൂ, എന്നെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ, പിന്നെ നിങ്ങളിങ്ങനെ പുകഴ്ത്തുന്ന എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് ഈ പൃഥു. പക്ഷേ ഇവിടെ നമുക്കറിയാം ഭാഗവതത്തിൻ്റെ എല്ലാം സംക്ഷേപിച്ച് വളരെ കുറച്ച് മാത്രമാണ് ഇതിൽ, അതിൻ്റെ സത്ത് മാത്രമാണ് ഇവിടെ ഉള്ളത്. സൂതാദ്യൈ ആ സൂതന്മാർ പരുണുത ഭാവി ഭൂരിവീര്യഃ അങ്ങ് ഭാവിയിൽ വളരെ പരാക്രമശാലിയാകുമെന്ന് ഇങ്ങനെ പാടിപ്പുകഴ്ത്തിയാണ് സൂതന്മാർ. അപ്പോൾ വേനാർത്യ കബളിത സമ്പദം ധരിത്രീം. വേനാർത്യ എന്ന് പറഞ്ഞാൽ വേനൻ്റെ പീഡകളാൽ ആ സമ്പത്തെല്ലാം ഭൂമിദേവി ഉള്ളിലേക്ക് വലിച്ചു കളഞ്ഞു. ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി ഭൂമിയിൽ, വരണ്ടുപോയി, വറ്റി വരണ്ടുപോയി ഭൂമി. ഇപ്പോൾ വേനാർത്തിയ എന്നിവിടെ പറഞ്ഞിരിക്കുന്ന ആർത്തി എന്ന് പറഞ്ഞാൽ വേനൻ്റെ പീഡകളാൽ ദുഃഖിതയായിട്ട് ആ ധരിത്രി ഭൂമിദേവി തൻ്റെ എല്ലാ സമ്പത്തുക്കളും ഉള്ളിലേക്ക് വലിച്ചു. ഒന്നും ഇല്ല ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ. ഇനി ആക്രാന്താം നിജധനുഷാ സമാം അകാർഷീഃ. ഇവിടെ ആക്രാന്താം ആക്രമിച്ച് പരാക്രമം കൊണ്ട് നിലയ്ക്ക് നിർത്തിയെന്നാണ് ആ പൃഥുവിന്. ഇത് ഇങ്ങനെ ആക്രമിക്കാൻ കാരണമുണ്ട്. ഇങ്ങനെ ഭൂമിക്ക് മുകളിൽ ഒന്നുമില്ലാതെ ആയപ്പോൾ അതിൽ വസിച്ചിരുന്ന എല്ലാവരും വന്നിട്ട്, പ്രജകൾ വന്നിട്ട് പൃഥുവിനോട് പരാതി പറയുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷണമൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ആഹാരങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടം പറയുമ്പോഴാണ് ഭൂമിദേവിയെ ആക്രമിക്കാനായിട്ട് അമ്പും വില്ലും എടുത്ത് പൃഥു ചെല്ലുവാണ്. അപ്പോൾ അമ്പും വില്ലും എടുത്ത് ഭൂമിദേവിയെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ ഭൂമിദേവി ഗോരൂപമുണ്ട്, അതായത് ഒരു പശുവിൻ്റെ രൂപമുണ്ട്, ഓടി പോവുകയാണ്. ഓടി ഓരോ സ്ഥലത്തും ചെല്ലുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം ഈ പൃഥുവും അമ്പും വില്ലുമായിട്ട് പുറകെ ചെല്ലുന്നു. ഒരിടത്തും രക്ഷയില്ലാതെ അവസാനം പൃഥുവിനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. അതായത് ഇങ്ങനെ അവസാനത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്ന ആക്രാന്താം നിജധനുഷ സമാം അകാർഷി, സമമാക്കി ചമച്ചു. അതായത് നമുക്കറിയാം പർവ്വതങ്ങൾ, കുന്നുകൾ ഇങ്ങനെ ഉയർന്നും താണുമാണ് ഭൂമിയുടെ ആ സ്ഥിതി. അപ്പോൾ അതിനെ തൻ്റെ വില്ലിൻ്റെ അറ്റം കൊണ്ട്, ആ വില്ലിൻ്റെ തലപ്പ് കൊണ്ട് ഭൂമിയെ നിരപ്പാക്കി തീർത്തു എന്നാണ്. ഉയർന്നും താഴ്ന്നും സ്ഥിതി ചെയ്തിരുന്ന ഭൂമിയെ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആ ഭൂമിദേവി പറയുന്നുണ്ട്. ഇത് എന്താണ് എന്ന് വെച്ചാൽ, ഇന്ദ്രൻ ഇങ്ങനെ മഴ പെയ്യിക്കുമ്പോൾ മഴക്കാലം കഴിഞ്ഞാലും എന്നിൽ തന്നെ ജലം തങ്ങി നിൽക്കാനാകത്തക്ക വിധം ഈ കുന്നും മലകളും എല്ലാം നിരപ്പാക്കി ചെയ്താലും എന്ന് ഭൂമിദേവി പറയുന്നതിനനുസരിച്ചാണ് ഈ വില്ലിൻ്റെ തലപ്പ് കൊണ്ട് ഭൂമിദേവിയെ ഇങ്ങനെ നിരപ്പാക്കി. അങ്ങനെ നിരപ്പാക്കി ജലം തങ്ങി നിന്ന് കഴിയുമ്പോൾ ഫലഭൂയിഷ്ടമാവും, വളരെ നല്ല ഫലങ്ങളും വൃക്ഷങ്ങളും എല്ലാം അതിൽ ഉണ്ടാകണമെങ്കിൽ ഭൂമി ഫലഭൂയിഷ്ടമായിരിക്കണ്ടേ. അതങ്ങനെ ഭൂമിദേവിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പം നമുക്ക് ഇതൊന്നുകൂടെ നോക്കാം. ആ 5ാമത്തെ ശ്ലോകം. വിഖ്യാത പൃഥുരിതി താപസോപതിഷ്ഠൈഃ സൂതാദ്യൈ പരുണുത ഭാവി ഭൂരിവീര്യഃ വേനാർത്യ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാം അകാർഷീഃ. ഇനി 6ാമത്തെ ശ്ലോകം നോക്കാം. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി സ്വച്ഛന്ദം സുരഭിതനൂമദൂദുഹസ്ത്വം. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി സ്വച്ഛന്ദം സുരഭിതനൂമദൂദുഹസ്തം. അദൂദുഹസ്ത്വം. ഭൂയഃ ത്വം നിജകുലമുഖ്യവത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിതചാരുഭാജനേഷു അഭിലഷിതാനി താനി അന്നാദീനി സുരഭിതനൂം താം സ്വച്ഛന്ദം അദൂദുഹ. ഇവിടെ ഈ പൃഥു പിന്നീട് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഭൂയസ്താം നിജകുലവത്സയുക്തൈഃ എന്ന് പറഞ്ഞാൽ അതാത് വംശത്തിൻ്റെ മുഖ്യന്മാരെ പൈക്കിടാങ്ങൾ, ആ വത്സ ഇവിടെ നിജകുല വത്സ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പശുവിൻ്റെ, ഭൂമിദേവി പശുവായി മാറി എന്ന് പറഞ്ഞല്ലോ, ആ പശുവിൻ്റെ കിടാവായിട്ട് ഓരോരോ വംശത്തിൻ്റെയും മുഖ്യന്മാരെ മാറ്റുകയാണ്. അങ്ങനെ പശു കിടാവാക്കിയിട്ട്, നമുക്കറിയാം പശുവിനെ കറക്കാൻ നേരത്ത് ആദ്യം പശുക്കിടാവിനെ അഴിച്ചു വിട്ടൊന്ന് കുടിപ്പിക്കും. അപ്പോഴതിൻ്റെ സ്തനങ്ങൾ ചുരന്ന് വരും, പാല് നല്ലതുപോലെ കിട്ടും ഇല്ലേ. അപ്പോൾ പശുക്കുട്ടിയെ വിട്ടിട്ടല്ലേ പശുവിനെ കറക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാത് വംശത്തിൻ്റെ മുഖ്യന്മാരെ പശുക്കിടാക്കളാക്കി അങ്ങ് വിട്ട് പശുവിനെ പശുക്കിടാവിനെ കുടിപ്പിച്ചിട്ട് ദേവാദ്യൈ സമുചിത ചാരുഭാജനേഷു, ദേവന്മാർ തുടങ്ങിയ സകലർക്കും വിശിഷ്ട പാത്രങ്ങളിൽ, ഓരോ വംശത്തിനും ഓരോരോ വിശിഷ്ട പാത്രങ്ങളുണ്ട്. അതിൽ അന്നാദീന്യഭിലഷിതാനി താനി ആ ഇഷ്ടമുള്ള ആഹാര സാധനങ്ങൾ, ഓരോ വംശത്തിനും വേണ്ട ആഹാര സാധനങ്ങൾ അവരവർക്ക് വേണ്ടുന്നത് ഏതോ അത്. സ്വച്ഛന്തം സുരഭിതനും അദൂദുഹസ്ത്വം. പശുരൂപിണിയായ ആ ഭൂമിദേവിയിൽ നിന്ന് യഥേഷ്ടം കറന്നെടുക്കാൻ അവസരമുണ്ടാക്കി. സ്വച്ഛന്തം യഥേഷ്ടം, സുരഭി ആ പശുവിൽ നിന്ന്, ഭൂമിദേവിയാകുന്ന പശുവിൽ നിന്ന് ആ പാലായിട്ട് കറന്നെടുക്കുന്ന ആ പാലിന് പകരം എന്താണ്, ഓരോരുത്തർക്കും വേണ്ട ആഹാര പദാർത്ഥങ്ങൾ കറന്നെടുക്കാൻ അവസരമുണ്ടാക്കി. ഇനി ദേവന്മാർ അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഭാഗവതത്തിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേവന്മാർ ഇന്ദ്രനെ കിടാവാക്കി മാറ്റി. എന്നിട്ട് സ്വർണ്ണപാത്രത്തിൽ അവർക്ക് വേണ്ട ഓജസ്, ബലം, വീര്യം ഇവ നൽകുന്ന സോമം കറന്നെടുത്തു. ഋഷിമാരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ദേവഗുരുവായ ബൃഹസ്പതി, അവരുടെ നേതാവ് ബൃഹസ്പതിയാണല്ലോ, ബൃഹസ്പതിയെ കിടാവാക്കിയിട്ട് ഛന്ദോമയമായ ആ വേദങ്ങൾ, അതായത് വിശുദ്ധ ക്ഷീരം ഇന്ദ്രിയങ്ങളാകുന്ന പാത്രത്തിലാണ് കറന്നെടുത്തത്. അസുരന്മാരെന്താണ് ചെയ്തത്? പ്രഹ്ലാദനാണ് അവരുടെ നേതാവ് അന്നത്തെ. ആ കിടാവാക്കിയിട്ട് ഇരുമ്പ് പാത്രത്തിൽ മദ്യമാണ് കറന്നെടുത്തത്. അവർക്ക് മദ്യമായിരുന്നു വേണ്ടത്. എല്ലാം ഭൂമിദേവിയിൽ നിന്ന് തന്നെയാണ്. ഗന്ധർവന്മാരും അപ്സരസുകളും വിശ്വാവസുവാണ് അവരുടെ നേതാവ്. ആ മുഖ്യനെ കിടാവാക്കിയിട്ട് താമരപ്പൂവാകുന്ന പാത്രത്തിൽ ആ വാക്കിൻ്റെ മാധുര്യം, അവർ പാട്ടിലും ഡാൻസിലും ഒക്കെ കേമന്മാരും കേമികളുമാണല്ലോ, അങ്ങനെ വാക്മാധുര്യവും സൗന്ദര്യവും എല്ലാം കറന്നെടുത്തു. ഇനി ഈ ദേവതകൾ പിതൃക്കളാണ്. പിതൃക്കൾ അരിമാവിനെ കിടാവാക്കി, എന്നിട്ട് പച്ചക്കലത്തിൽ കവ്യം കറന്നെടുത്തു എന്നാണ് പറയുന്നത്. സിദ്ധന്മാരും വിദ്യാധരന്മാരും കപിലനെ കിടാവാക്കിയിട്ട് ആകാശമാകുന്ന പാത്രത്തിൽ സങ്കല്പരൂപത്തിലുള്ള സിദ്ധവിദ്യകൾ, നമ്മൾ പറയില്ലേ ഓടി വിദ്യ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ സിദ്ധവിദ്യകൾ, അത് ഫാൻറ്റസിയാണ്, നമുക്ക് കാണാൻ കഴിയില്ല അതൊന്നും, അത് കറന്നെടുത്തു. ഇനി മായാവികളായവരോ, രാക്ഷസന്മാരോ യക്ഷന്മാർക്കൊക്കെ മായാവിദ്യകളൊക്കെ അറിയാം. അതുപോലെ മായാവികളായവർ മയനെ കിടാവാക്കി മാറ്റി തിരസ്കരണി വിദ്യ, അതായത് തിരസ്കരണി എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാകുന്ന വിദ്യയാണ്, അത് കറന്നെടുത്തു. ഇനി മാംസഭുക്കളായ യക്ഷന്മാർ, രക്ഷസുകൾ, ഭൂതങ്ങൾ, പിശാചുക്കൾ ഇവരെല്ലാവരും രുദ്രനെ കിടാവാക്കിയിട്ട് തലയോട്ടിയിൽ രക്തമാണ് കറന്നെടുത്തത്. ഇനി സർപ്പങ്ങൾ, തേളുകൾ, നാഗങ്ങൾ മുതലായവ. ഈ നാഗങ്ങളും സർപ്പങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ദേവീ മാഹാത്മ്യം പറഞ്ഞപ്പോൾ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സർപ്പങ്ങളും തേളുകളും നാഗങ്ങളും തക്ഷകനെ കിടാവാക്കി മാറ്റിയിട്ട് വിഷമാണ് കറന്നെടുക്കുന്നത്. അതുപോലെ മറ്റ് മാംസഭുക്കുകളായ ജീവികളുണ്ടല്ലോ, സിംഹം, കടുവ, അവർ സിംഹമാണ് കാട്ടിലെ രാജാവ്. അതുകൊണ്ട് സിംഹത്തെ കിടാവാക്കി മാറ്റിയിട്ട് മാംസമാണ് കറന്നെടുത്തത്. പക്ഷികൾ ഗരുഡനെ കിടാവാക്കിയിട്ട് പല മൂലാദികൾ. അതുപോലെ പക്ഷികൾ കീടങ്ങളെ തിന്നുന്നവരുണ്ട്, ചെറിയ ചെറിയ പ്രാണികളെ തിന്നുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഫലമൂലങ്ങൾ തിന്നുന്ന പക്ഷികൾ അത് കറന്നെടുത്തു. കീടങ്ങൾ തിന്നുന്നത് ആ കീടങ്ങളെ കറന്നെടുത്തു. ചെറു ജന്തുക്കളെ തിന്നുന്ന കിളികളൊക്കെയാണ്, അത് കറന്നെടുത്തു. ഇനി വൃക്ഷങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? വൃക്ഷങ്ങൾ ആലിനെയാണ് കിടാവാക്കിയത്. എന്നിട്ട് ആലിൻ്റെ രസം, വടക്ഷീരമുണ്ടല്ലോ, അത് കറന്നെടുത്തു. പർവ്വതങ്ങൾ ഹിമവാനെ കിടാവാക്കിയിട്ട് നാനാവിധ ധാതുക്കൾ, പർവ്വതങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ധാതുക്കളെല്ലാം പർവ്വതങ്ങളിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത്, അത് കറന്നെടുത്തു. അങ്ങനെ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിജ കുല ഭക്ത ഭാജനേഷു എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് അന്നാദീന്യഭിലഷിതാനി താനി താനി എന്ന് പറഞ്ഞ ദേവാദേ സമുചിത ചാരുഭാജനേഷു, അവർക്കിഷ്ടപ്പെട്ട പാത്രത്തിൽ അവരവർക്കിഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ യഥേഷ്ടം ആ സുരഭിതനൂവും അദൂതുഹസ്തം, ആ ഭൂമിദേവിയാകുന്ന പശുവിൽ നിന്ന് കറന്നെടുത്തു എന്നാണ് ഈ 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അടുത്ത ശ്ലോകത്തിൽ പറയാം, വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. നല്ല ഐശ്വര്യ സമ്പൂർണ്ണമാകട്ടെ ഇന്നത്തെ ദിവസം. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.